നമ്മളിത് തമിഴ്നാട്ടിലേക്ക് കടന്നപ്പോഴേ ചുറ്റും ഈ പറയുന്ന പോലെ ഇത് കണ്ടോ മുൾച്ചെടികളാട്ടോ, ചുറ്റും മുൾച്ചെടികളാണ്. ഇവിടെ ഒന്നും ഇറങ്ങാൻ പറ്റാത്ത സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. വന്യമൃഗങ്ങളുടെയൊക്കെ ഒരു ശല്യമുള്ള ഏരിയ ആണെന്ന് തോന്നുന്നത് കണ്ടിട്ട്. ഇത് കണ്ടോ, ഇപ്പോൾ ഒരു വണ്ടി പോയതാണ്. വഴി കണ്ടോ, വഴി കാണാൻ പറ്റുന്നില്ല. അയ്യോ എന്തിൻ്റെ അവസ്ഥ. ഈ വഴി കൂടെയാണ് ഈ പോണേട്ടാ. കേരള വണ്ടി കണ്ടപ്പോൾ ഒരൊറ്റ ഏറ്, അവൾക്ക് അവൻ കടിച്ചു തപ്പി ഒരൊറ്റ ഏറ്. എന്താ ചെയ്യുക, ഭാഗ്യം ചില്ലടച്ചിട്ടത്. ഇത്രയും മര്യാദയുള്ള മനുഷ്യരും ഉണ്ടല്ലേ. ഇത് കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെയുള്ള ഇതൊരെണ്ണം ഈ മറ്റേ വൈക്കോല് പോലെയുള്ള ഈ സാധനം അത് പൊളിച്ച് കളഞ്ഞിട്ട് ആണ് ഒരു ചാക്കിലാക്കുന്നത് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോ വരുന്നത് തിരുപ്പൂരിലേക്കുള്ള നമ്മുടെ യാത്ര കേട്ടോ. അടിപൊളി യാത്രയാണ്. അപ്പോൾ ഇത് നമ്മൾ കേരളം കഴിഞ്ഞ് ആനക്കട്ടി, പാലക്കാട് നിന്നാണ് നമ്മൾ വന്നത്. അപ്പോൾ പാലക്കാട്, മണ്ണാർക്കാട്, ആനക്കട്ടി എന്ത് നമ്മൾ തമിഴ്നാട്ടിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ ഇത് തമിഴ്നാടിൻ്റെ സ്റ്റാർട്ടിങ് അപ്പുറത്താണ് ബോർഡർ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു വലിയൊരു ബോർഡൊക്കെ ഉണ്ട്, വെൽക്കം ടു തമിഴ്നാട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും എൻ്റെ ജീവിതത്തിൽ ഇതുവരെ തിരുപ്പൂർ ബനിയൻ മാർക്കറ്റൊന്നും കണ്ടിട്ടില്ല കേട്ടോ. നിസ്സാര വിലയ്ക്കാണ് നമുക്ക് അവിടുന്ന് ഈ പറയുന്നത് പോലെ തുണിത്തരങ്ങൾ കിട്ടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര വരുന്നത്. നമ്മളിത് വരുന്ന വഴിക്കൊക്കെ ഇത് കണ്ട കൃഷിയാണ് ഇവരുടെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ പോണ വഴിക്ക് കുറേ കാഴ്ചകളുണ്ടാകും കൃഷി ചെയ്യുന്നതൊക്കെ. നമ്മൾ അതും കൂടി എടുത്തിട്ടായിരിക്കും നമ്മൾ തിരുപ്പൂരിലേക്ക് പോകുന്നത്. നമ്മളിത് തമിഴ്നാട്ടിലേക്ക് കടന്നപ്പോഴേ ചുറ്റും ഈ പറയുന്ന പോലെ ഇത് കണ്ടോ മുൾച്ചെടികളാട്ടോ, ചുറ്റും മുൾച്ചെടികളാണ്. പിന്നെ ഇവിടെ റോഡ് പണിയാണ്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മളിവിടെ വന്ന് വണ്ടി നിർത്തിയപ്പോണ്ട് ചുറ്റും മുൾമരങ്ങളാണ്. വഴി ഭയങ്കര എന്താ പറയുക, വളരെ മോശമാണ്. അപ്പോൾ നോക്കിയപ്പോണ്ട് ഇവിടെ ഞങ്ങൾ ജനലൊന്ന് തുറന്നിട്ടതാണ്, വേറൊന്നുമില്ല, കാറ്റ് കൊള്ളാൻ വേണ്ടി. കാട് വഴി കൂടെ ഫോറസ്റ്റ് വഴി കൂടെ പോകുന്നത്. അപ്പോൾ ജനലും തുറന്നിട്ടപ്പോണ്ട് ഭയങ്കര ഒച്ച, ഈ ചീവിട് കരയുന്ന പോലത്തെ ഒച്ച. അത് ഈ ഉച്ച സമയത്ത് കണ്ടോ, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയ സൗണ്ട്. ഇവിടെ ഒന്നും ഇറങ്ങാൻ പറ്റാത്ത സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. വന്യമൃഗങ്ങളുടെയൊക്കെ ഒരു ശല്യമുള്ള ഏരിയ ആണെന്ന് തോന്നുന്നത് കണ്ടിട്ട്. വേനൽക്കാലം ആയതുകൊണ്ടാണ് നമുക്ക് അത്ര ഒരു ഇലകളൊന്നും കാണാൻ പറ്റാത്തത്. എന്നാലും ഭയങ്കര ഒരു കാടാട്ടോ ഇതൊക്കെ. ഇതൊക്കെ ഒരു വെറൈറ്റി സംഭവം. ഇത് ചെതലിത് ഇങ്ങനത്തെ ഒരു കളറ് ഇതുണ്ടോ. ഇതിനിടയ്ക്കൊക്കെ പാമ്പുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. ഇത് സെപ്പറേറ്റ് ഒരു മരമാണ്. ഇത് കണ്ടോ, ഈ മരത്തിൻ്റെ ചില്ലയാണ് കാണുന്നത് കേട്ടോ. ഈ കാണുന്നതൊക്കെ നോക്കി ഒരു വെറൈറ്റി സാധനം. എന്തൊരു ഭംഗി കാണാനായിട്ട് മരമൊക്കെ നോക്കിയേ. സാധാരണ രീതിയിൽ ഇങ്ങനത്തെ ഈ മരങ്ങളൊക്കെ കാണുമ്പോൾ അതിൻ്റെ അടിയിൽ ഇത് ആൽമരമാണല്ലേ. അതെ, ആൽമരമാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒരു കല്ലോ പ്രതിമയോ ഉണ്ടാവേണ്ടതാണ്. നോക്കാട്ടോ നമുക്ക് ഇവിടെ ഉണ്ടോ. ഉണ്ട് ഉണ്ട് ഉണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ, ദേവി ഉണ്ട്. അപ്പം ഞാനിപ്പോൾ ഇത് കുറച്ച് ദൂരം സഞ്ചരിച്ച് ഈ കാട്ടിൽ കൂടെ. അപ്പോൾ കുറേ മരങ്ങൾ കണ്ടു, ആൽമരം. പക്ഷേ ഞാനിപ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഈ മരങ്ങളുടെ ചുവട്ടിലൊക്കെ സാധാരണ കല്ല് വയ്ക്കാറുണ്ട്. ഇവിടെ എന്താ കല്ലില്ലാത്തതെന്ന്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ കുരുവൊന്നും പൊട്ടരുത്. ഞാൻ ഈ യാത്ര ഒരുപാട് ചെയ്യുമ്പോൾ അതൊക്കെ കാണുന്ന, അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഈ ആൽമരത്തിൻ്റെ ചുവട്ടിലുണ്ട് കേട്ടോ, കല്ലുണ്ട്, പ്രാർത്ഥനയുണ്ട്. പക്ഷെ ഇവിടെ ജനവാസം കുറവാണ്, മനുഷ്യർ കുറവാണ്. രണ്ട് സൈഡും എന്താ പറയുക, കൊടും കാടാട്ടോ. ചെറിയ കാടൊന്നുമില്ല, വലിയ കാടാണ്. ആ വഴി കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടെ റോഡ് പണി ആയതുകൊണ്ടാണ് വളരെ മോശമാണ്, എന്താ പറയുക, വളരെ പയ്യാണ് പോകുന്നത്. മുന്നോട്ട് പോകുമ്പോൾ വല്ല കാട്ടുപന്നീനൊക്കെ കാണാൻ തോന്നുന്നു. അതിൻ്റെയൊക്കെ വഴിയാണിത്. ചീവിടിൻ്റെ ഒച്ച കേട്ടോ മുഴുവൻ കേട്ടോണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, ഇപ്പോൾ ഒരു വണ്ടി പോയതാണ്. വഴി കണ്ടോ, വഴി കാണാൻ പറ്റുന്നില്ല. അയ്യോ എന്തിൻ്റെ അവസ്ഥ. ഈ വഴി കൂടെയാണ് ഈ പോണേട്ടാ. പിന്നെ ഞാൻ പാലക്കാട് നിന്ന് ആനക്കട്ടി വഴി വന്നപ്പോൾ ആനമുകളിൽ ഇതിനേക്കാളും മോശമായിരുന്നു വഴി. അതുകൊണ്ട് കമ്പാരിസൺ നടത്തുമ്പോൾ ഇത് പിന്നെയും വണ്ടി പോകുന്ന വഴിയാണ്. മറ്റേത് എന്തിട്ട് മോശം രീതിയിലാണ് ചെയ്തിരിക്കുന്നത് വഴി. ഞാൻ ഒരു കാഴ്ച കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് കണ്ട ഒരു മുള്ളുമരമാണ് ഈ കാണുന്നത്.
അപ്പോൾ ഈ മുള്ളുമരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കണ്ടോ, ഈ സാധനങ്ങൾ വെള്ളം ഇല്ലാത്തടത്തായിരിക്കും കൂടുതൽ ഇങ്ങനത്തെ മരങ്ങൾ കാണുന്നത്. ഈ വരുന്ന വഴിക്ക് കുറേ കണ്ടിട്ട് ഇങ്ങനത്തെ മരങ്ങൾ, മുള്ളുമരങ്ങൾ. അത് ഇവിടെയൊക്കെ തന്നെ കാണാനും കിട്ടുകയുള്ളൂ, കാട്ടിൽ തന്നെ ഉള്ളൂ ഈ സാധനങ്ങളൊക്കെ. ഫുള്ള് ചെതലാട്ടോ, മരത്തിൻ്റെ അടി തൊട്ട് മേൽഭാഗം വരെ ചെതലാണ്. ഇത് ഈ വഴിക്കൊക്കെ പോകുമ്പോഴേ ഇവർ ഈ വീടുകളൊക്കെ കാണാൻ നൈസാട്ടോ. ഇതെന്താ 4 കല്ല് വെച്ചിരിക്കണം അവിടെ. എനിക്കിപ്പോൾ പഴയ എന്തോ ഒരു സംഭവം തോന്നണു, പണ്ട് കാലത്തെ വല്ല കുടിവെള്ള പദ്ധതിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമെന്ന് തോന്നുന്നു. ഇവർ ഈ കടകളൊക്കെ കാണാൻ നൈസാണ്. ഈ ഗ്രാമീണ ഏരിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഫുള്ള് കണ്ട. ഇവിടെയൊക്കെ ഇറങ്ങി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോൾ അവിടെയൊക്കെ ഇറങ്ങി നമുക്ക് വീഡിയോ പിടിക്കാനൊക്കെ തോന്നും. പക്ഷേ നമുക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് സമയം കുറവാണ്. എല്ലാവരും നമ്മൾ അവിടെയൊക്കെ ഇറങ്ങി വീഡിയോ കാണിച്ച് പൊള്ളിച്ചടിക്കുകയാണ്. ഇവരുടെ ഏരിയ കാണുമ്പോൾ കൊതിയാവും അവിടെ കയറി വീഡിയോ പിടിക്കുക. പിന്നെ നമ്മുടെ നാടുമല്ല, അവർക്ക് എന്തെങ്കിലും ഇഷ്ടക്കേടാവുമെന്ന് പേടിച്ചിട്ടാണ്. 2 ഇടിയെങ്ങാനും കിട്ടിയാലോ എന്നൊക്കെ പേടിച്ചിട്ടാണ് നമ്മൾ അവിടെ കയറി എടുക്കാത്ത കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അവിടെ കയറി ഒരു പടപടച്ചന്നെ. അത് നമ്മളിത് MGR നഗർ എത്തിയിട്ടാ, പുരട്ചിത്തലൈവർ. പുരട്ചിത്തലൈവറിൻ്റെ അടുത്തെത്തി വഴി. ഇവിടുന്ന് ഇങ്ങോട്ട് MGR നഗറാന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു പേര് ഇപ്പം ഞാൻ തമിഴ്നാട്ടിൽ കയറിയിട്ട് ഇപ്പോൾ ഇങ്ങനെ ഇവിടെ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നു MGR നഗർ എന്നും പറഞ്ഞിട്ട്. MGR തമിഴ്നാടിൻ്റെ എല്ലാം ആയിരുന്നല്ലോ. ഇവിടെ എന്താ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാവുമായിരിക്കും. എല്ലാം കൂടെ എക്സ്പ്ലോർ ചെയ്യാണല്ലോ. ഇത് വലിയൊരു മലയാണേ. പിന്നെ വേറെന്തോ അവിടെ എന്തൊക്കെയോ പണിയൊക്കെ നടക്കുന്നുണ്ട്. സംഭവം എന്താണെന്ന് പെടുത്താൻ കിട്ടുന്നില്ല. കൃഷിയല്ല എന്തായാലും, വേറെന്തോ വ്യവസായം എന്താണ് വരാൻ പോവാണ്. മലയൊക്കെ മൊട്ടയടിച്ച് ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. അടിപൊളി രസമാണല്ലോ, നല്ല കളറ്. ഇത് ഇതെന്താ സംഭവം എന്ന് അറിയോ? ഇവിടെ ഒരു ബബിൾ കൊട്ടിരിക്കുക. ഇത് നമ്മുടെ കേരളത്തിലേക്ക് ഈ തമിഴ്നാട്ടുകാർ വന്നിട്ട് ആരൊക്കെയോ ചെയ്ത പുണ്യപ്രവൃത്തിയുടെ ഫലമായിട്ട് ഇതിപ്പോൾ കേരള വണ്ടി കണ്ടപ്പോൾ ഒറ്റ ഏറ് ബബിൾക്ക് അവൻ കടിച്ചു തുപ്പി ഒറ്റ ഏറ്. എന്താ ചെയ്യുക, ഭാഗ്യം ചില്ലടച്ചിട്ടത്. ഇത്രയും മര്യാദയുള്ള മനുഷ്യരും ഉണ്ടല്ലേ, കഷ്ടം. ഒറ്റ ഏറ് ബബിൾക്കം. ഇത് ഈ കാണുന്ന സാധനം. അപ്പോൾ നമ്മളങ്ങനെ മേട്ടുപ്പാളയം കഴിഞ്ഞ് തിരുപ്പൂർക്ക് ഇനി ഇവിടുന്ന് നിസ്സാരം ഒരു 10-20-25 കിലോമീറ്ററൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളൊരു സ്ഥലമൊക്കെ കണ്ടു. ഒരു വെളുത്തുള്ളി ചുവന്നുള്ളി അതിൻ്റെ ഒരു സ്ഥലമാട്ടോ ഈ കാണുന്നത്. ഇവിടെ ആൾക്കാർ വെളുത്തുള്ളി ചുവന്നുള്ളി പറിക്കാൻ നോക്കിയിട്ടോ. വെളുത്തുള്ളി ഇല്ല, ചുവന്നുള്ളി കാണിച്ചു തരാം കേട്ടോ. നൈസ് വീഡിയോ ആണ്. ഇതുണ്ട് ഇവിടുത്തെ ആൾക്കാർ. ചുവന്നുള്ളിയാ ഉള്ളി മലയാളി. ഇതുണ്ടാവും ഉള്ളി ഇവർ പൊളിച്ച് സവോളയും ചെറിയുള്ളി ആട്ടോ ഇവിടെ കാണുന്നത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അത് അങ്ങോട്ട് പറിച്ച് വയ്ക്കുന്ന ഇഷ്ടമായിട്ടാണ് കാണുന്നത്. ഇത് ഉള്ളി മാർക്കറ്റാണ്. ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. ഇത് ഉണ്ടോ, ഇതൊക്കെ ഇനി തൊലി പറിക്കാനുള്ളതെന്ന് തോന്നുന്നു കണ്ടിട്ട്. അല്ലല്ല, ഇതൊക്കെ തൊലി പറിച്ചിട്ട് വെച്ചിരിക്കുന്നതാണ്. കുറേ ഉണ്ട്. ഞാനിവിടെ ചോദിച്ചോട്ടെ അതെന്ത് സംഭവം. ചുവന്നുള്ളിയാണ്, അത് നമുക്കറിയാം. ചുവന്നുള്ളി സവോളയാണ്. എന്നാലും ഇതിൻ്റെ മാർക്കറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കാം. ഇതൊക്കെ പറിച്ച് വെച്ചിരിക്കുന്നതാണ്. അണ്ണാ ഇത് എങ്ക ഉണ്ടാക്കുന്ന സ്ഥലം? ദൊറയൂർ. എന്താ പക്കം എന്താ? അവിനാശി.
ഇത് വലിയ മാർക്കറ്റ് ഇതാ, ഉള്ളി മാർക്കറ്റ് ഇതാ. ഇത് മൈസൂർ പൂണ്ടി തമിഴ് എന്നാ ഇതിന് ഇത് വെങ്കായം. ചിന്ന വെങ്കായം. ഓക്കെ ഓക്കെ, ചിന്ന വെങ്കായം എന്നാണ് തമിഴിൽ ഇതിനെ പറയുന്നത്. കുറേ പേരുണ്ട് അവിടെയൊക്കെ ഉണ്ടോ. അവരത് വലിയൊരു എന്താ പറയുക, വലിയൊരു അവരുടെ ഗ്രാമത്തിലെ വലിയൊരു സംഭവമാട്ടോ അതൊക്കെ. കൊച്ചു പിള്ളേരൊക്കെ ഈ അവധിക്കാലത്ത് നോക്കിയേ പാവങ്ങൾ. ഇത് ഈ ഏരിയയിലെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. ഇതിപ്പോൾ ഇവരെങ്ങനെ സമ്മതിക്കില്ല കേട്ടോ. ഈ ഉള്ളിയൊക്കെ അങ്ങനെ തൊലിയൊക്കെ പറിച്ച് കളഞ്ഞ് അങ്ങനെ ചാക്കിലാക്കി വയ്ക്കുന്ന ആൾക്കാരില്ലേ, ഇത് കണ്ടോ വലിയ വണ്ടിയൊക്കെ കണ്ടോ. ഇവരങ്ങനെ സമ്മതിക്കില്ല ഇതിൻ്റെ അകത്ത് കയറി വീഡിയോ എടുക്കാനൊന്നും. നമ്മൾ കുറേ ചോദിച്ചുകൊണ്ട് സമ്മതിച്ചാണ്. ഇത് അത്യാവശ്യം വലിയൊരു മാർക്കറ്റൊക്കെയാണ് ഈ കാണുന്നത്. എന്താ ഇതിൻ്റെ അടുത്ത് എവിടെയും കണ്ടാണ് ഇതിൻ്റെ കൃഷിയൊക്കെ നടത്തുന്നത്. അപ്പോൾ നാട്ടിൽ ഈ മറ്റേ ചുവന്നുള്ളി ഹോൾസെയിലായിട്ട് വേണ്ടവർക്കൊക്കെ വേണമെങ്കിൽ നമ്മളിതിൻ്റെ അടിയിൽ വേണമെങ്കിൽ നമ്പർ ഇട്ട് തരാം. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഹോൾസെയിലായിട്ട് നാട്ടിലൊക്കെ എത്തിച്ച് തരുന്നതാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ആളുടെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതായിട്ട് ഇവർ താമസിക്കുന്ന ഒരു സ്ഥലം കണ്ടോ, ചെറിയൊരു സ്ഥലം. അതിൻ്റെ ഉള്ളിലാണ് ഈ കണ്ട ആൾക്കാർ കൂടുതലും താമസിക്കുന്നത്. കൃഷി ചെയ്യുന്നത് ഇവിടെയാണ്. ஒரு கையெடுக்குமா யாருமா இது ரைட் விடுங்க கில்லு கொடுங்க. കേരളത്തിൽ നിന്ന് ആൾക്കാർ വന്ന കേരളത്തിൽ നിന്ന് ആൾക്കാർ വന്ന് ഹോൾസെയിലായിട്ട് എടുത്താൽ ഒന്ന് சொல்லு, എന്നേലും சொல்லு. இங்கே வந்து எடுத்துட்டு போகலாமா? வந்து எடுத்துட்டு போனா அங்கே கொண்டு தெரியல, அங்கே கொண்டு கொடுக்குறதுல இங்கேயே சம்பளம் சரியா. இங்கே எவ்வளோ விலை கிடைக்கும்? இங்கே வந்து 42 ரூபா. 42 ஒரு கிலோயா? ஒரு கிலோ. இந்த மார்க்கெட்டில் ஒரு கிலோக்கு 42 தான். அப்போ கேரளத்தில் எவ்வளோ? கேரளத்தில் 50 ரூபா 60 ரூபா விற்குது. என்னண்ணா வண்டிக்கூலி இവിടുന്ന് അവിടെ வர ரேட் கூடுதலாயிருச்சு. இப்போ ரேட்டு கூடுதலாயிருக்கா? 30 ரூபா. நீங்கள் சொல்லி இது ஹோல்சேல் ரேட்டு தான்? ஆமாம். இப்போ பெருசாக இருக்காது, சின்ன மட்டும்தான்? சிறுசு மட்டும்தான். சிறுசு மட்டும்தான். ஏதா பெரிய வெங்காயம் ஒரு ஏக்கரா கம்பெனி இந்த சமயம் வெள்ளடிக்கு போவா இயாள். അതെ സമയം ഇല്ല ഇയാൾക്ക്. ഓ അതാ சரியான வெள்ளடி ஆள் ഇവിടെ. அந்த ஆளை பார்த்தாலே தெரியும், அந்த ஆள் நന്നായി വർക്ക് ചെയ്യും, നന്നായി പണിയെടുക്കും. വെള്ളല്ലേ പണി 54 இங்க 54 15 பார்த்தாலே தெரியும் பணிയെടുக்குമെന്ന്. பனி எல்லா பனியும் எடுப்பேன். பார்த்தாலே தெரியும். அந்த பனியும் எடுப்பேன், இந்த பனியும் எடுப்பேன், பாடியும் அடிப்பேன். எந்த பனி? இந்த பாணி இந்த பனி ஓகே. அந்த பனி என்ன? அந்த பனி என்ன எப்படி சொல்றது? இத்தனை மொபைல் இருக்காங்க. அண்ணா இந்த സ്ഥലത്തിന്റെ പേര് சொல்லണം. ഇയാളുടെ പേര് അയ്യോ, ഇയാളുടെ പേര് പട്ടി. പട്ടിയുടെ വിശ്വാസിയാണ് ഇവിടെ. പട്ടി വിശ്വാസി. ഇയാള് പട്ടി. പട്ടിയുടെ മലയാളത്തിൽ അറിയോ? നായ. നായ. പട്ടി മലയാളം நாயா எருமை என்ன சொல்ற? പട്ടി മലയാളം പട്ടിതാ. அண்ணா இந்த സ്ഥലത്തിന്റെ പേര് சொல்லு. ஆர் பழனிசாமி. ஆர் பழனிசாமி. கூப்பிடுறது போனா தருமான்னு கூப்பிடுவாங்க. ஊர் பேர் வெள்ளியம்பாளையம். உங்க பேர்ல ஊருக்கு பேரு? ஊர் பேர் வெள்ளியம்பாளையம், செம்பிநல்லூர். ஆர் பழனிசாமி உங்க பேர் தான்? என்ற பேர். അയാളുടെ പേര് ആർ പളനിസ്വാമി. ഇവിടെ പറയേണ്ട പട്ടി 48 പോട്ടണ്ണാ. നമ്മൾ പോട്ടോ. സാധാരണ ഇതിൽ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ സമ്മതിക്കാത്തതാണ് ഇവർ. പക്ഷെ നല്ല കോപ്പറേറ്റീവ് ആണ്. മൂന്നാർ കട്ടപ്പനയൊക്കെ എന്താ ഇത് ഒരെണ്ണം എന്താ അക്ക? ഇതുള്ളതാ? ഇത് കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെയുള്ള ഇതൊരെണ്ണം ഈ മറ്റേ വൈക്കോല് പോലെയുള്ള ഈ സാധനം
അത് പൊളിച്ച് കളഞ്ഞിട്ട് ആണ് ഒരു ചാക്കിലാക്കുന്നത് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല പണിയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത് വെയിലത്തിരുന്ന് നന്നായിട്ട് ഇവർ പണിയെടുക്കണം. പണിയെടുത്താൽ മാത്രമേ ഇത്രയൊക്കെ ആവുള്ളൂ. ഉങ്ക ഫോട്ടോ എടുക്കാതെ ആ തെറിയും കേരളാതാ തെറിയും. ഇത് കേരളത്തിലേക്കാണ് കൂടുതലും വരുന്നതെന്ന് ഇവർ പറയുന്നത്. ഇവരുടെ നാട്ടിൽ ഇത് അധികം വേണ്ടതാണ്, അവർ അധികം എടുക്കില്ല എന്നാണ് അവർ പറയുന്നത്. വേണ്ട ഇപ്പം നല്ല വെയിലാണ്, നല്ല വെയിൽ. ആ സമയത്താണ് ഇവർക്ക് അതൊന്നും ഒരു വിഷയമില്ല. നമുക്കൊക്കെയാണ് അതൊരു വിഷയം.